റിവ്യൂവേഴ്സിനെ പേടിച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷത്തിലെ അഭിനയത്തിൽ ആ സീൻ അഭിനയിക്കുന്ന സമയത്ത് വിനീതിനോട് ഡിസ്കസ് ചെയ്തു അത്രേ അതിനിപ്പോൾ അശ്വന്തൊക്കെ ഒക്കെ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ട് ആ അഭിനയത്തെ പോലും റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു അജു അങ്ങനെയൊക്കെ സ്വാധീനിക്കുമോ? ഞാൻ അദ്ദേഹത്തിന്റെ റിവ്യൂസിന് അത്യാവശ്യം ചേർന്ന് പോകുന്ന എൻ്റെ റിവ്യൂസ് നിങ്ങൾ ഒപ്പത്തിനൊപ്പമാണ്. എൻ്റെ റിവ്യൂവും പുള്ളിയുടെ ഒക്കെ ചിലതായിട്ട് മാച്ച് ആയി പോകാറുണ്ട്. ചിലതൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ മാറിപ്പോകാം. പക്ഷെ സോ എനിക്ക് അതുകൊണ്ട് തന്നെ പുള്ളി എന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പാ. അങ്ങനെ ഒരാള് ഇപ്പൊ ഞാൻ പറയട്ടെ, രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ എനിക്ക് ഓക്കെയാ. സോ ഇറ്റ് വിൽ ഹെൽപ്പ് മീ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് വർഷങ്ങൾക്ക് ശേഷത്തിന് അത്രയും മതി എന്നുള്ളത് എൻ്റെ ഒരു മുൻവിധി. ഇതുകൊണ്ട് വരാൻ കാര്യം എന്ന് വെച്ചാൽ പ്രേക്ഷകർക്ക് വേണ്ടിയാണല്ലോ നമ്മൾ സിനിമ എടുക്കുന്നത്. ഞാൻ ഭാഗമാവുന്നത് എല്ലാ സിനിമയെന്നും ഞാൻ പറയുന്നില്ല. ഭാഗമാവുന്ന കൊമേഴ്ഷ്യൽ സിനിമകൾ ഓഡിയൻസസിന് വേണ്ടിയിട്ടാണ്. അവരെ തൃപ്തിപ്പെടുത്താൻ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിൽ ഭാഗമാവണ്ടല്ലോ. നമ്മളിവിടെ ഇല്ലല്ലോ, നമുക്ക് പ്രസക്തി പോലും ഇല്ല. അപ്പോൾ അവിടെ ഒരാൾ സെൻസിബിളായിട്ടെന്ന് എനിക്ക് തോന്നിയ എന്നെ അനലൈസ് ചെയ്ത് പറയുന്ന കാര്യങ്ങളിൽ ഞാൻ അതിൽ നിന്ന് പിക്ക് ചെയ്തെന്ന് മാത്രം. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ കോമ്പോസിലെ എല്ലാവരും ഓപ്പൺനെസ്. ഇപ്പം ട്രോളുന്നത് പോലും ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ അങ്ങ് ട്രോളും, നേരിൽ പറയുന്നത് പോലെ തന്നെ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അങ്ങ് ട്രോളും. മുൻപ് അങ്ങനെ ആയിരുന്നില്ല. മമ്മൂക്കയും ലാലേട്ടനൊന്നും സത്യത്തിൽ പരസ്പരം ട്രോളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ഒക്കേഷൻസിലൊക്കെ ആയിരിക്കും, സ്കിറ്റിൻ്റെ രൂപത്തിലേക്കായിരിക്കും. നിങ്ങളല്ലാതെ തന്നെ ട്രോളുന്നുണ്ട്. അതൊരു പുതിയ തലമുറയുടെ നന്മ കൂടിയാണ്. പരസ്പരം ഉള്ള കാര്യങ്ങൾ ട്രോളി തന്നെ പറയുമ്പോൾ അതൊരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിപ്പോൾ ധ്യാന ആയിക്കോട്ടെ, അജു ആയിക്കോട്ടെ, എല്ലാവരും നിങ്ങൾ ഇപ്പോൾ വിനീതിനെയൊക്കെ വിനീത് ഗുരുവായി കാണുന്ന അവസരത്തിൽ നമ്മൾ വർഷങ്ങൾക്ക് ശേഷം ട്രോൾ എൻജോയ് ചെയ്തു. അതെ, വിനീതിനൊപ്പം ഞാനും ധ്യാനം ഇരുന്ന് ക്യാരവനിൽ ഇരുന്നിട്ട് നമ്മളുടെ കുറിച്ച് വന്ന ട്രോൾസ് ഒക്കെ നമ്മളിരുന്ന് കണ്ട് നമ്മൾ ചിരിച്ചിട്ടുണ്ട്. അതിനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതൊരു ഞാൻ ഇതിനു മുന്നേ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഭയങ്കര വിജയങ്ങളെ ചിലപ്പോൾ പിന്നെ മറന്നേ പോകും. എനിക്ക് തോന്നുന്നില്ല, വിജയം വളരെ കുറച്ച് പേരെ ചിലപ്പോൾ അങ്ങനെ ഞാനൊന്ന് വിജയിച്ചിരുന്നു കേട്ടോ. അത് നമുക്ക് പിന്നെ തമാശ പറയാനും ചിരിക്കാനും പറ്റുന്ന എപ്പോഴും പരാജയങ്ങളല്ലേ, ആ അബദ്ധമല്ലേ. അപ്പം അതുകൊണ്ട് അതിനെ ആ ഇതിൽ തന്നെ കാണാം. അത്തരത്തിലുള്ളൊരു ക്യാരക്ടറായിരുന്നു ആടിലെ പൊന്നപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടർ. സത്യത്തിൽ ആടിലെ പൊന്നപ്പൻ നമ്മളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ക്യാരക്ടറായി മാറി. എന്ന് വെച്ചാൽ ചില ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ അതിൽ തന്നെ സർബത്ത് സമീർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ്. ആടിലെ ക്യാരക്ടേഴ്സിനെയൊക്കെ പോർട്രേ ചെയ്തതെന്ന് പറഞ്ഞാൽ അത്രയും രസമായിട്ടാണ്. എല്ലാവർക്കും ഇൻട്രോ സോങ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, ഭയങ്കര രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഈ പൊന്നപ്പനും ആ പെൺകുട്ടിയുണ്ട് മേരി, മേരി പോവല്ലേ എന്നൊക്കെ പറയുന്ന ഡയലോഗാണ് അതിൽ ഏറ്റവും ഹിറ്റായി മാറിയ ഡയലോഗ്സ് എന്ന് പറയുന്നത്. അതിൽ ഓരോ ക്യാരക്ടേഴ്സും ഒരു കാരിക്കേച്ചർ പോലെ തന്നെ നമ്മുടെ മനസ്സിനകത്ത് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഈ നമ്മളെ ട്രോളാൻ വേണ്ടിയിട്ട് തന്നെ അജു ചിലപ്പോൾ അത് ഉപയോഗിച്ചേക്കാം ആ ക്യാരക്ടർ. അങ്ങനെ ഏതെവിടെയെങ്കിലും സുഹൃത്തുക്കളുടെ ഇടയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞു. പക്ഷെ അത് ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറാണ്. അജുവിൻ്റെ ഒരുപാട് പടങ്ങൾ എടുക്കുമ്പോഴും ഒത്തിരി നല്ല പടങ്ങൾ ചെയ്തിട്ടുള്ളപ്പോഴും അത്തരത്തിലുള്ള ഒരുപാട് പടങ്ങൾ ചെയ്തപ്പോഴും ഈ പൊന്നപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടറിനോട് എനിക്ക് ഇഷ്ടം കൂടുതലുണ്ട്. മനസ്സിലായോ? അത് ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറല്ലേ? എനിക്ക് ഒന്നുമില്ലതില്ല. ഗസ്റ്റ് പോലെ വന്ന് മണ്ണിൽ ചെയ്തു. പക്ഷെ അതെന്താണെന്നറിയോ, ഷാജി പാപ്പൻ്റെ അത്രയും ഇഷ്ടപ്പെട്ട് നിൽക്കുന്നൊരു സമയത്ത് ഈ മേരി ചതിക്കുന്നത് ഈ തെണ്ടി കാരണമാകുമ്പോൾ ഈ ഫ്രാഡുകളുടെ ഒരു ക്യാപ്സൂളാണ്. മനസ്സിലായോ? ടിപ്പിക്കൽ നമ്മൾ കണ്ട് ശീലിച്ച ബോയിങ്ങിൻ്റെ ഒക്കെ ഒരു ക്യാപ്സൂൾ വേർഷൻ അല്ലെ, ന്യൂജൻ വേർഷൻ ആണത്. വ്യക്തിയായിട്ട് ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. ആ സിനിമയുടെ ഒക്കെ ഉള്ള ഫ്രാഡിസം. അപ്പൊ അത് പൊന്നപ്പനിൽ നന്നായിട്ടുണ്ട്. അത് മിഥുൻ റൈറ്റായിട്ട് യൂസ് ചെയ്തു. ആ ഗെറ്റപ്പ് കൊടുത്തത് റോണക്സ് ഒരു ഫ്രഞ്ച് ബിയേർഡ് വെച്ച് തന്ന് ഒരു മുടി ഒരു വിഗ്ഗൊക്കെ വെച്ചിട്ട് ഇട്ടിട്ട് മിഥുൻ പറഞ്ഞ ഒരു ഇച്ചിരി ഒന്ന് ഇളകി ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞപ്പം ആ വേഷവും മഞ്ഞ ഷർട്ടും ആ ബാഗും അത് അവരുടെ തന്നെ കോൺട്രിബ്യൂഷനാണ്. പക്ഷെ ആ ചെറിയ സമയം കൊണ്ട് അത്രയും ഹൈപ്പ് ഉണ്ടാക്കാൻ ആ ക്യാരക്ടറിന് പറ്റി. അത് ചിലയിടത്തൊക്കെ നമുക്ക് ഇങ്ങനെ ചില കീ പോയിന്റ്സിൽ ആക്ട് ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ ഉടനീളം ചെയ്യുന്ന ക്യാരക്ടറിനേക്കാളും കൂടുതൽ എഫക്റ്റ് വരും. അത് സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് അങ്ങനെ വായിച്ചിട്ടായിരിക്കില്ല, വായിക്കുന്ന പൊതു സ്വഭാവം ഇല്ല പറഞ്ഞിട്ടുണ്ട്. ഉറങ്ങിപ്പോയ പിന്നെയും ക്രിറ്റിസിസം വന്നു. ഇത് ഞാൻ ഇന്റർവ്യൂ പറഞ്ഞിട്ട് ഭയങ്കര ഒരു തെറ്റാ, അൺപ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡാ. ഞാൻ പറഞ്ഞു അത് അൺപ്രൊഫഷണൽ അല്ല, പ്രൊഫഷണൽ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരാളുടെ സമയത്തിന് ഞാൻ വില കൽപ്പിക്കുന്നു.
അയാളെ ഞാൻ വിശ്വസിക്കുന്നു. അയാൾ എന്നെ വിളിക്കുന്ന അയാളുടെ സിനിമയിൽ അഭിനയിക്കാനാണ്. ഞാൻ നായകനായിക്കോട്ടെ, നായക നടനില്ലെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ പുള്ളിയെ വിശ്വസിക്കുക എന്നുള്ളതാണ് പ്രൈമറിലി ഞാൻ ചെയ്യേണ്ട കാര്യം, അല്ലേ? പിന്നെ ഞാൻ ഡയറക്ടേഴ്സ് ചെയറിൽ ഇരിക്കുന്നില്ലെങ്കിൽ ആ സിനിമയുടെ ഭാരം ഞാൻ എടുക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഒരു വീട് പണിതു, ആ വീടിൻ്റെ ഗുണവും ദോഷവും ആ വീടിൻ്റെ ഭിത്തിയിലിരിക്കുന്ന ഇഷ്ടികയ്ക്കല്ലല്ലോ, കോൺട്രാക്ടർക്കല്ലേ കിട്ടുന്നത്. അതിൻ്റെ പേരോ അല്ലെങ്കിൽ ദുഷ്പേരോ. ഇഷ്ടിക എന്ത് ചെയ്യാൻ? ഇഷ്ടിക എവിടെ വെക്കണമെന്ന് ഫിക്സ് ചെയ്യുന്നതും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരല്ലേ. പിന്നെ നമുക്ക് പരിചയമുള്ളിടത്ത് ചോദിക്കാം, ഞാൻ ഈ മതിലിൽ കയറിയിരിക്കട്ടെ. യെസ്, അതെൻ്റെ കൂട്ടുകാരുടെ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ചോദിക്കാം, ഇതിങ്ങനെ ചെയ്ത് നോക്കട്ടെ. എന്നാൽ ഫൈനൽ ഡെസിഷൻ ഞാൻ എപ്പോഴും തർക്കിച്ചാലും ഞാൻ അവർക്ക് വിടാറുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ കൺവിൻസിങ് ആയിട്ട് അവരെ കൺവിൻസ് ചെയ്ത് അവരെടുക്കാറുമുണ്ട്. ഈവൻ ബേസിലിനോട് ഞാൻ മിന്നൽ മുരളിയിൽ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തപ്പോഴും, ചന്തുവിനോടാണെങ്കിലും വിനീതിനോടാണെങ്കിലും ഡെഫിനറ്റ്ലി അവർ കൺവിൻസിങ് ആണെങ്കിൽ അവരൊക്കെ എടുക്കും, അവരൊക്കെ റിസപ്റ്റീവാണ്. ഇല്ലെങ്കിൽ ഞാനിതിന് അവരുടെ ജോലി ചെയ്യണേ. എന്ത് പാടുപിടിച്ച ജോലിയാണ് അത്. 10-21 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത്. അതൊരു ജസ്റ്റ് ഒരു ക്യാരക്ടർ മാത്രം അറിയാവുന്ന ഒരുത്തൻ വന്നിട്ട് ജസ്റ്റ് ഒരു പ്രാവശ്യം ഇപ്പോൾ ഫുൾ സ്ക്രിപ്റ്റ് കേട്ടു, 2 പ്രാവശ്യം കേട്ടു, എന്നാലും ഒരിക്കലും ആ കൺസീവ് ചെയ്ത ആളുടെ അത്രയും ക്ലാരിറ്റി ആക്കി വരില്ലല്ലോ. അപ്പൊ പിന്നെ ഞാനതിൽ അഭിപ്രായം പറയാം, അത് നടക്കണമെന്ന് വാശി പിടിക്കരുത്. ഈ ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലല്ലേ അസിസ്റ്റ് ചെയ്യാൻ പോയത്? അതെ അതെ, അത് നല്ല അനുഭവമായിരുന്നു എന്ന് പറഞ്ഞ സിനിമ കരിയർ വൈസ് അത് നല്ല അനുഭവമായിരുന്നു. നമുക്കിതിൻ്റെ ഒരു അതർ സൈഡിൽ അതർ എൻഡിൽ എന്തൊക്കെ സംഭവിക്കുന്നതെന്നൊക്കെ ഉള്ളൊരു ധാരണ കിട്ടി. പക്ഷെ അല്ലാതെ എൻജോയ് ചെയ്തില്ല. വളരെ ഹെക്റ്റിക് ആയിട്ടുള്ളൊരു, വിനീത് അന്നേ പറഞ്ഞായിരുന്നു ഞാൻ ഒരിക്കലും ആസ്വദിക്കില്ല, അത് കേട്ടില്ല. പക്ഷേ യെസ്, ഇന്ന് ഓർക്കുമ്പം ആ വേദന സുഖമാണ്. അന്ന് ആ വേദനയ്ക്ക് ഒരു സുഖമില്ലായിരുന്നു. 1 കോടിയിൽ ശ്രീകണ്ഠൻ സാർ അജുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് തന്നെ ഒരു കാര്യത്തെയും സീരിയസ് ആയിട്ട് എടുക്കാത്തൊരു മനുഷ്യനായിട്ടാണ്. പക്ഷേ ഇന്നിപ്പോൾ അജു അങ്ങനെയല്ല, കാര്യങ്ങളെയൊക്കെ വളരെ ഒബ്സർവ് ചെയ്ത് സീരിയസ് ആയിട്ട് തന്നെ കാണുകയാണ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട്, സ്വഭാവത്തിൽ മാത്രമല്ല അത് പറയുന്ന സമയത്തും ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങളെ ഗൗരവത്തോടുകൂടി കാണുകയാണ്. കാരണം ഈ മദ്യപാനം അവസാനിപ്പിക്കുന്നത് തന്നെ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത് ഒരു ഇൻസ്പിറേഷനാണ്. 2 കാര്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അങ്ങനെ ഒരു മാറ്റം നടക്കുന്നത്, ഒന്ന് സിനിമ തന്നെ അതിന് സ്വാധീനിക്കുന്നു, വെള്ളം എന്ന് പറയുന്ന സിനിമ സ്വാധീനിക്കുന്നു. അതുകൊണ്ടാണ് വെള്ളമടി നിർത്തിയെന്ന് പറയുന്നത് വലിയൊരു മെസ്സേജാണ്. കാരണം ഈ സിനിമ ഓഡിയൻസിനെ സ്വാധീനിക്കുമോ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് ഇല്ല, സ്വാധീനിക്കുമെന്ന് ഒരു നടൻ തന്നെ പറയുമ്പോൾ കിട്ടുന്ന ഒരു സിനിമയ്ക്ക് കിട്ടുന്ന ഒരു ഉയർച്ചയും, അല്ലെങ്കിൽ സിനിമയെ ഫോക്കസ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു സന്ദേശം അതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ശരിക്കും ആ സിനിമ തന്നെയാണോ അങ്ങനെ ഒരു തീരുമാനം പ്രേരിപ്പിച്ചത്? തീർച്ചയായിട്ടും അങ്ങനെ അത് ശക്തമായിട്ട് എടുക്കും, അല്ലെങ്കിൽ വെറുതെ ഒരു അല്ലല്ല. ആ സിനിമയിലെ മുരളിയുടെ കഥാപാത്രത്തിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ തുടർന്നാൽ, ഇപ്പം എൻ്റെ മദ്യപാനം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ജോലിക്ക് 5 മിനിറ്റ് പോലും ലേറ്റ് ആയിട്ടില്ല എൻ്റെ ജോലിക്ക്. പക്ഷെ എൻ്റെ ആരോഗ്യത്തിലോട്ട് വളരെ മോശമായിട്ട് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ പെരുമാറ്റ രീതിക്ക് വളരെ മോശമായിട്ട് കണ്ടു. നമുക്ക് അറിയാതാണെങ്കിലും അഹങ്കാരം എന്ന് പറയുന്ന ഒരു പേര് കിട്ടാം. നമ്മൾ ചിലപ്പോൾ അഹങ്കാരമില്ല, നമ്മൾ വളരെ റോ ആയിട്ട് റിയാക്ട് ചെയ്യുന്നതായിരിക്കും. നമ്മളുടെ ശരികളിൽ നമ്മൾ പിടിച്ചു വെക്കുമല്ലോ, നമുക്കൊരു എക്സ്ട്രാ ഒരു മദ്യത്തിൻ്റെ ധൈര്യം കിട്ടുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടും, ഇല്ലേ? ഇതൊക്കെ ഒരു മദ്യത്തിൻ്റെ ഒരു രസകരമായ അതെ പൂട്ടിയിടേണ്ടി വരും എന്നൊക്കെ പറയും. ഈ പറഞ്ഞ പോലെ നമുക്ക് എനിക്ക് തോന്നിയിരുന്ന ഫീല്, ഞാൻ പ്രഭാസാന്ന് തോന്നാറുണ്ട്. അപ്പൊ അത്ര ശക്തി എനിക്ക് ഫീൽ ചെയ്യാറ് ഈ 5 അടി 3 ഇഞ്ചുള്ള ഞാൻ. അപ്പം അതായിരുന്നു എനിക്ക് ഒരു പരിധി വരെ അതിൽ എക്സൈറ്റ്മെന്റും തോന്നുന്നു. ഇത്രയുള്ള എനിക്ക് ഭയങ്കര എനർജിയും ശക്തിയും കിട്ടുന്നു. തമാശ ഞാൻ ആസ്വദിച്ചപ്പോൾ കോളേജ് കാലത്തെ മദ്യത്തിൽ എൻ്റെ ജീവിതത്തിൽ തമാശയായിരുന്നു, ഫണ്ണായിരുന്നു. കോളേജിൽ എൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം ഞാൻ മദ്യപിക്കുമ്പോഴുണ്ടായിരുന്നു. പക്ഷേ ഒരു പരിധിയിൽ അത് മാറി. അതിൻ്റെ ഡൈമെൻഷനോ എനിക്കൊന്ന് ലവ് ആക്ഷൻ ഡ്രാമ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ സ്ട്രെസ് വന്നു. സ്ട്രെസ്സൊക്കെ വരുമ്പോൾ ഇതിൻ്റെ എഫക്റ്റ് മാറും, നമ്മളെ റിയാക്ട് ചെയ്യുന്ന രീതി മാറും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോവിഡ് വന്നപ്പോൾ ഇത് ഞാൻ സൺ നെക്സ്റ്റിൽ കണ്ടത്. ഇത് കണ്ടപ്പോഴാണ് നാച്ചുറലി എൻ്റെ കൂടെയുള്ള വ്യക്തികൾ, ഇപ്പം ഞാൻ പറഞ്ഞില്ല മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തി, എൻ്റെ പേരൻസ്, എൻ്റെ വൈഫ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ പറയുന്നുണ്ട് ഇത് മോശമാണ്, അല്ലെങ്കിൽ ഇറ്റ്സ് ഹൈറ്റായി, അവരെയൊക്കെ ബാധിക്കുന്നുണ്ട്, അല്ലേ? നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയി നമ്മളുടെ ഒരു പെരുമാറ്റ രീതി മോശമായാലോ, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചാൽ, അറിയാതെ വേദനിപ്പിക്കും, ഇയാൾക്ക് ശരിയായിരിക്കും, ഇയാൾ അറിയുന്നില്ല മറ്റേ ആൾ ഹേർട്ടായോ എന്ന്, ഇതൊക്കെ അറിയുമല്ലോ ആൾക്കാർ. അപ്പോൾ ഈ നമ്മളെ കുറച്ചെങ്കിലും നമ്മളോട് കൺസേൺ ഉള്ള
വളരെ ചുരുക്കം ആൾക്കാരാണ് ഇവരൊക്കെ നമ്മൾ അടുത്ത് നിൽക്കുന്നത്. അപ്പം അവർ നമ്മളടുത്ത് വളരെ ബ്ലണ്ടായിട്ട് പറയുന്നുണ്ടല്ലോ, നശിച്ച് ഈ പറഞ്ഞ മുഹമ്മദ് ചേട്ടൻ ഫീൽഡ് ഔട്ടാണ്, നശിച്ചു എന്നൊക്കെ മുഖത്തോ. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതിലാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. അപ്പം ഒരു 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 എന്തോ ഒന്നായിരിക്കുമല്ലോ ഒരു ബെല്ലടിക്കുക. നമുക്കൊരു ജിമ്മിൽ പോകാൻ ഒരാൾക്ക് തോന്നുകയെന്ന് പറഞ്ഞാൽ ആ തോന്നണം അല്ലേ, ആ ഒരു പോയിന്റ്. അതെനിക്ക് സംഭവിച്ചത് ഈ സിനിമ കണ്ടപ്പോഴാണ്. സിനിമ കണ്ടത് കൊണ്ടല്ല, സിനിമ കാരണമായി. ജയസൂര്യ എന്ന് പറഞ്ഞ ജയേട്ടൻ്റെ ഒരു പകർന്നാട്ടമില്ലേ, അഭിനയം ആയിക്കോട്ടെ, അഭിനയമാണെന്ന് നമുക്കറിയാം. ഞാൻ സിനിമയിൽ അതിൽ നിന്നും അറിയാം ചില റിയാക്ഷൻസും സാഹചര്യങ്ങളിലുള്ള നിസ്സഹായാവസ്ഥകളൊക്കെ നമുക്ക് ചിലപ്പോൾ ടച്ച് ചെയ്യും. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. അത് എവിടെയോ എന്നിൽ ടച്ച് ചെയ്തു. അപ്പം ഞാൻ തീരുമാനിച്ചു പിന്നെ അതിലോട്ടൊരു എനിക്കൊരു അഡിക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഈ ശക്തി ഇഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്ന. അപ്പം എളുപ്പം എനിക്ക് എൻ്റെ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തില്ല. വൺ ഡേ ഡിസൈഡഡ് എന്ന് വെച്ചാൽ ലൈഫ് ടൈം നിർത്തിയെന്ന് ഇപ്പം എനിക്ക് താല്പര്യമില്ല. നാളെ എനിക്ക് താല്പര്യം വരാം, അതെനിക്കറിയില്ല. ഇപ്പം എനിക്ക് പൂർണ്ണമായിട്ടും എന്നോട് താല്പര്യം.